നമസ്കാരം. ദ പാത്ത് ഇസ് ദ ഗോൾ എന്ന ഡിസ്കഷൻ സീരീസിൻ്റെ അടുത്ത സെഷനിലേക്ക് വീണ്ടും ഏവർക്കും സ്വാഗതം. നമുക്ക് ആദ്യം മെഡിറ്റേഷൻ ചെയ്യാം. കണ്ണുകളടച്ച് ശാന്തമായിരിക്കും. ഭൂമി മാതാവിനോടും സർവചരാചരങ്ങളോടും അന്തരീക്ഷത്തോടും കൃതജ്ഞത രേഖപ്പെടുത്തും. ഭൂമി മാതാവിൽ നിന്നുമുള്ള ഹീലിംഗ് എനർജി കാലുകളിലൂടെ പ്രവേശിച്ച് ശരീരം മുഴുവൻ വ്യാപിക്കുന്നതായും ശരീരത്തിലെ എല്ലാ ഭാഗങ്ങളെയും എല്ലാ കോശങ്ങളെയും റിലാക്സ് ചെയ്യാൻ സഹായിക്കുന്നതായും അനുഭവിക്കും. ഇപ്പോൾ ശരീരം പൂർണ്ണമായും റിലാക്സ്ഡായി. ഈ റിലാക്സേഷൻ ഹൃദയത്തിൽ അനുഭവിക്കും. ശ്വാസം ദീർഘമായി ഉള്ളിലേക്കെടുക്കൂ. ഹൃദയത്തിൽ സ്നേഹം നിറയുന്നതായി അനുഭവിക്കും. ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ സ്നേഹം പ്രപഞ്ചം മുഴുവൻ വ്യാപിക്കുന്നതായും അനുഭവിക്കും. ഹൃദയത്തിൽ കുടികൊള്ളുന്ന സ്നേഹത്തിൻ്റെ സ്രോതസ്സിൽ നിന്നും ഉദ്ഭവിക്കുന്ന ദിവ്യപ്രകാശം മനസ്സിനെ ആകർഷിക്കുന്നതായി അനുഭവിക്കും. ആ ദിവ്യപ്രകാശത്തിൽ ധ്യാനം ആരംഭിക്കും. മനസ്സിൽ ചിന്തകൾ വരുന്നുണ്ടെങ്കിൽ മൃദുവായി അവയെ അവഗണിക്കുക. ദിവ്യപ്രകാശത്തിൽ ധ്യാനം തുടരുക. പ്ലീസ് സ്റ്റാർട്ട് മെഡിറ്റേഷൻ. ഓക്കെ, ആ കണ്ടീഷൻ ഹൃദയത്തിൽ നിലനിർത്തി പതുക്കെ കണ്ണുകൾ തുറക്കൂ. എല്ലാവരെയും ഹാർദമായി വീണ്ടും ഹാർട്ട്ഫുൾനെസ് സഹജമാർ മെഡിറ്റേഷൻ സിസ്റ്റത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എന്താണ് സ്പിരിച്വൽ പ്രാക്ടീസ് എന്ന് പറഞ്ഞാൽ, എന്താണ് യോഗ എന്ന് പറഞ്ഞാൽ, ഇതെല്ലാം വളരെ ലളിതമായി വളരെ എളുപ്പമായി മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു പ്രാക്ടിക്കൽ സിസ്റ്റമാണ് ഹാർട്ട്ഫുൾനെസ് സിസ്റ്റം. ഇതിലെങ്ങനെ ജോയിൻ ചെയ്യാം എന്നുള്ളതിൻ്റെ വിശദ വിവരങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നമ്മൾ എഡ്യൂക്കേഷനെ കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. എഡ്യൂക്കേഷൻ്റെ രണ്ട് ഭാഗങ്ങൾ, ഓബ്ജക്റ്റീവ് ആൻഡ് സബ്ജക്റ്റീവ്. നമ്മൾ പുറമേ എന്തെല്ലാം പ്രവൃത്തികൾ ചെയ്യുന്നുണ്ടെങ്കിലും അതിൻ്റെ അനുഭവങ്ങളെല്ലാം നമ്മുടെ ഉള്ളിൽ തന്നെയാണ്. മനസ്സ് എന്നൊരു പ്രതിഭാസം അതുണ്ട് എന്ന് നമുക്കറിയാം. പക്ഷെ അതെന്താണ്, അതേക്കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസ് ഒന്നും നമ്മൾ എഡ്യൂക്കേഷനിൽ കൊണ്ടുവന്നിട്ടില്ല. ആ ഒരു ടോപ്പിക്ക് നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടതാണ്. ബോധം, മനസ്സ് എന്നുള്ള കാര്യങ്ങൾ. അതിനപ്പുറം ഈ മനസ്സിന് ശക്തി നൽകുന്ന ഒരു സ്രോതസ്സുണ്ട്. ഇപ്പോൾ സയൻസും ഒരു സോഴ്സിനെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. പക്ഷെ ആ സോഴ്സ് എവിടെയാണ്? ഈ പ്രപഞ്ചത്തിൽ എവിടെയെല്ലാം എന്തെല്ലാം സംഭവിക്കുന്നു അതെല്ലാം ഒന്നല്ലെങ്കിൽ വേറെ വിധത്തിൽ വൈബ്രേഷൻസാണ്, ചലനങ്ങളാണ്. ഒരു മലയാളം പാട്ടുണ്ട്, ചലനം ചലനം ചലനം.
മാനവ ജീവിതത്തിൻ്റെ പരിണാമത്തിൻ്റെ അതുല്യ സന്ദേശം എന്ന് പറഞ്ഞുകൊണ്ടൊരു പാട്ട്. ഈ പ്രപഞ്ചം മുഴുവൻ യഥാർത്ഥത്തിൽ ചലനമാണ്. ചലനമല്ലാതെ ഇവിടെ ഒന്നുമില്ല. എല്ലാം മാറിക്കൊണ്ടിരിക്കുന്നു. മാറാത്തത് ഒന്ന് മാത്രമേ ഉള്ളൂ, അത് മാറ്റം എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. ഈ ചലനം നമ്മളിപ്പോൾ ഒരു ശാന്തമായി കിടക്കുന്ന ഒരു തടാകം സങ്കല്പിച്ചു. അതിലേക്കൊരു കല്ലിടുമ്പോൾ അവിടെ ഓളങ്ങളുണ്ടാവും. അപ്പോൾ കല്ലായിരുന്നു ആ ഓളം സൃഷ്ടിച്ചത്. കല്ലിൻ്റെ പുറകിൽ ഒരു വ്യക്തിത്വം ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ ഒരു കാറ്റിൻ്റെ അല, കാറ്റടിക്കുമ്പോൾ വെള്ളം വിളങ്ങും. ഈ കാറ്റ് അതിനെവിടെ നിന്ന് ശക്തി ലഭിച്ചു, ഊർജം ലഭിച്ചു? നമ്മൾ ചിന്തിക്കേണ്ട വിഷയമാണ്. കാറ്റ് ചലിക്കുന്നു എന്ന് പറയാം. ചലനത്തിൻ്റെ അടിസ്ഥാനം എന്താണ്? എവിടെ നിന്നാണ് ഈ മൂവ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്? ഒരു കല്ല് നമ്മളിടുമ്പോൾ കല്ലിൻ്റെ ആ ഇടുന്ന പ്രക്രിയയുടെ പുറകിലുള്ള ശക്തി എവിടെ നിന്ന്? നമുക്കൊരു മനസ്സുണ്ട്. ഈ മനസ്സിന് എവിടെ നിന്നും ഈ ഒരു ശക്തി വന്നു? എവിടെ നിന്നാണ് ഐഡിയ വന്നത്? അപ്പോൾ അതിൻ്റെ പുറകിലുള്ള ഒരു സ്രോതസ്സുണ്ട് എന്ന് മനസ്സിലാക്കാം. അപ്പോൾ ശരിക്കും ഈ ലോകത്തിലേക്ക് നോക്കുമ്പോൾ ഈ ചലനങ്ങൾ, അതിൻ്റെ അടിയിൽ പ്രവർത്തിക്കുന്ന ഒരു പവർ സോഴ്സ് ഉണ്ട്. ആ പവർ സോഴ്സിനെ പ്രവർത്തിപ്പിക്കുന്ന ഒരു വിൽ ഉണ്ട് എന്ന് നമുക്ക് സങ്കല്പിക്കേണ്ടി വരും. ഇപ്പോൾ ന്യൂനമർദ്ദമുള്ളപ്പോൾ അവിടേക്ക് കൊടുങ്കാറ്റടിക്കുന്നു. എങ്ങനെയാണ് ഇത് കടിക്കുന്നത്? എവിടെ നിന്നാണ് അതിൻ്റെ ആ ഐഡിയ വന്നത്? അതിൻ്റെ പർപ്പസ് എവിടെ നിന്നാണ് മനസ്സിലാവുന്നത്? എവിടെയാണ് ഇത് തിരിച്ചറിഞ്ഞത്? അപ്പോൾ ഒരു പുറകിലൊരു വില്ലുണ്ട്, അടിസ്ഥാനപരമായിട്ട് വിൽ ഉണ്ട്. അപ്പോൾ നമ്മൾ അതിനെ ഡിവൈൻ വിൽ എന്ന് പറയുന്നു. എന്തായാലും അതവിടെ ഉണ്ട്. അപ്പോൾ എനിക്ക് ഈ കൈ ഇങ്ങനെ ഉയർത്തണം എന്നുണ്ടെങ്കിൽ എൻ്റെ ശരീരം മാത്രം വർക്ക് ചെയ്താൽ പോരാ, എൻ്റെ മനസ്സിൽ അതിനുള്ള വിൽ വേണം. ഒരു വിൽ പവറിൽ ഇച്ഛാശക്തി ഇല്ലെങ്കിൽ നമുക്ക് പ്രവർത്തിക്കാൻ സാധിക്കില്ല. എത്രയോ കഴിവുള്ള ആൾക്കാർ ഒരു പണിയും ചെയ്യാതെ വീട്ടിലിരിക്കുന്നു. കാരണം വില്ലില്ല, മൂവ്മെൻറ്റ്. അപ്പോൾ ഈ വിൽ നമ്മുടെ ഉള്ളിലുള്ള ഐഡിയകൾ, നമ്മുടെ ഉള്ളിൽ നിന്നും ഐഡിയകൾ ചിന്തിക്കുക, അതിനെ പ്രാവർത്തികമാക്കുന്നു വിൽ. അതാണ് ഈ പവറിനെ യൂട്ടിലൈസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഈ പ്രപഞ്ചത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ പവേഴ്സിൻ്റെ പല സ്പെക്ട്രംസ് കാണും, എനർജിയുടെ പല ലെവൽസ്. മാറ്ററും എനർജി തന്നെയാണ്, എൻ്റെ ഗ്രോസ് ഫോമാണ് എന്ന് നമുക്ക് പറയാം. മാറ്റർ എന്ന് പറയുമ്പം അതിൻ്റെ ഉള്ളിലും ചലനങ്ങളാണ്. ആറ്റംസ്, ഇലക്ട്രോൺസ് ചലിച്ചുകൊണ്ടിരിക്കുന്നു, മോളിക്യൂൾസ് ചലിച്ചുകൊണ്ടിരിക്കുന്നു. കണ്ടിന്യൂസ് മൂവ്മെൻ്റാണ് എല്ലായിടത്തും. നമ്മുടെ ശരീരത്തിൽ നമ്മൾ വെറുതെ ഇരിക്കാൻ പറ്റില്ല. ഓരോ കോശവും എത്ര പ്രവർത്തിക്കുന്നുണ്ടെന്ന് നമുക്ക് വെറുതെ ഇരിക്കാൻ പറ്റും. ഭക്ഷണം കഴിച്ചാൽ ദഹിപ്പിക്കണം, ശ്വാസം ഉള്ളിലെടുക്കുമ്പോൾ ഓക്സിജൻ ശരീരത്തിൽ അസിമുലേറ്റ് ചെയ്യണം, ബ്രെയിൻസിൽ സെൽസ് ആക്ടിവേറ്റഡ് ആവണം. അപ്പം ഒരു വലിയൊരു പദ്ധതി, ഒരു പ്രോസസ്സ് ഉള്ളിൽ നടന്നുകൊണ്ടിരിക്കുന്നു. നമുക്ക് വെറുതെ ഇരിക്കാൻ പറ്റില്ല. ഇനി ശരീരം വിട്ട് മരിച്ചു കഴിഞ്ഞാലും അപ്പോഴും ഒരു പ്രോസസ്സ് ഉണ്ട്. ഇതിനെല്ലാം ഡിസോൾവ് ചെയ്യണ്ടേ? അവിടെ ഒരു പ്രോസസ്സാണ്, അവിടെ ഒരു എനർജി വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ പ്രപഞ്ചത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അടിയിലൊരു എനർജി, പവറുണ്ട്. അതിനെയാണ് പ്രാണൻ എന്ന് വിളിക്കുന്നത്. പ്രാണ പല ലെവൽസിലും ഓപ്പറേറ്റ് ചെയ്യുന്ന വിശ്വപ്രാണൻ എന്നൊക്കെ പറയും. നമ്മുടെ ശരീരത്തിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന പഞ്ചപ്രാണൻ എന്നൊക്കെ പറയും. ഇത് കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ്. നമ്മുടെ ഓരോ പ്രോസസ്സിലും, ഡൈജഷൻ ആയാലും, ശ്വസിക്കുമ്പോഴായാലും, ബ്ലഡ് സർക്കുലേഷനിലായാലും, ചിന്തിക്കുമ്പോഴായാലും അതിൻ്റെ അടിയിലൊരു പ്രാണനുണ്ട്. ഈ പ്രാണൻ എല്ലാം പലതരത്തിലുള്ള എനർജി സോഴ്സസിൻ്റെ യൂണിഫൈഡ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ് ഉണ്ട്. ഇപ്പോൾ സയൻസിലും ഒരു യൂണിഫൈഡ് തിയറിക്ക് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു യൂണിഫൈഡ് പ്രാണൻ എന്ന് നമുക്ക് സങ്കല്പിക്കാം. പ്രാണങ്ങളുടെയും പ്രാണൻ, പ്രാണസ്യ പ്രാണൻ. ആ പ്രാണസ്യ പ്രാണൻ ഉദ്ഭവിക്കാൻ വേറൊരു സ്രോതസ്സ്. ഇത് നമ്മുടെ സങ്കല്പത്തിൽ നമ്മൾ ഇമാജിൻ ചെയ്യേണ്ട കാര്യങ്ങളാണ്. പക്ഷെ അത് സത്യമാണ്, അതൊക്കെ ഉണ്ട്. അത് അതിലേക്ക് ഉയരുമ്പോഴേ മനസ്സിലാവും. അപ്പോൾ നമ്മുടെ ബോഡിയിൽ ഈ എനർജി ഓപ്പറേറ്റ് ചെയ്യുന്ന പല സ്റ്റേജസ് ഉണ്ട്. സ്ട്രെസ്ഡ് ആയിട്ടിരിക്കുമ്പോൾ ആലോചിച്ചു, എല്ലാം അറിയാം, പക്ഷേ സ്ട്രെസ്ഡായി. എന്തുകൊണ്ടാണ് സ്ട്രെസ്ഡ് ആവുന്നത്? ഏതോ ഒരു കാര്യത്തിൽ ഫോക്കസ് ചെയ്തിട്ട് മറ്റുള്ള എല്ലാ കാര്യങ്ങളെയും നമ്മൾ അവഗണിക്കുക, മറന്നുപോകും. അപ്പോൾ അത് നടന്നില്ലെങ്കിൽ എൻ്റെ ജീവിതം പരാജയമായി. ഈ അടുത്ത് ഒരു സീനിയറായിട്ട് ഡോക്ടർ ആത്മഹത്യ ചെയ്തു. എത്ര കാര്യങ്ങൾ വിസ്മരിച്ചു പോയി. ഈ ലോകത്തിനെ മുഴുവൻ നയിക്കുന്ന വലിയ ഒരു ഇൻ്റലിജൻസ് ഉണ്ട്. അതിലൊരു ചെറിയ പാർട്ട് മാത്രമേ നമ്മൾ നിർവഹിക്കുന്നത്. അതിൻ്റെ ഒരു ചെറിയൊരു അനുഭവമാണ് ഈ കടന്നു പോകുന്നത്. അപ്പോൾ അതിൽ മാത്രം കേന്ദ്രീകരിച്ച് മറ്റുള്ളതെല്ലാം നമ്മുടെ ഉള്ളിലുള്ള ഹ്യൂമാനിറ്റേറിയൻ ഭാഗവും ഡിവൈൻ ഭാഗവും എല്ലാം വിസ്മരിക്കുമ്പോൾ നമ്മൾ സ്ട്രെസ്ഡ് ആവും.
അപ്പോൾ ശരിക്കും എനർജീനെ നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്നു. അപ്പോൾ സ്ട്രെസ്സ് വരുമ്പോൾ നമുക്ക് എനർജി യൂട്ടിലൈസ് ചെയ്യാൻ പറ്റില്ല. കാരണം നമ്മുടെ വലിയൊരു എനർജി ഇത്രയും ചെറിയൊരു കാര്യത്തിന് ഉപയോഗിക്കുമ്പോൾ മറ്റുള്ളത് നമുക്ക് യൂട്ടിലൈസ് ചെയ്യാനേ പറ്റുന്നില്ല. അതവിടെ ഉണ്ട്, ഉപയോഗിക്കാണ്ട് അവിടെ കിടക്കുകയാണ്. ഇപ്പോൾ ഒരു ഡോക്ടർ പ്രൊഫഷണൽ കഴിവുകൾ മാത്രം ആശ്രയിക്കുമ്പോൾ ഉണ്ടാകുന്ന അപകടം, അല്ലെങ്കിൽ ഒരു ഭരണകർത്താവ് അതിൻ്റെ ഭരിക്കുന്ന കഴിവ് മാത്രം ആശ്രയിക്കുമ്പോഴുള്ള പ്രോബ്ലം, അതിൻ്റെ പുറകിൽ മനുഷ്യത്വമുണ്ട്, ഡിവിനിറ്റി ഉണ്ട്. ഭരണം നഷ്ടപ്പെട്ടു പോകാം, പക്ഷേ ഡിവിനിറ്റി ഒരിക്കലും നഷ്ടപ്പെട്ടു പോകില്ല. അപ്പോൾ ഈ തരത്തിൽ സ്ട്രെസ്സ് നമ്മുടെ ഉള്ളിൽ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ എനർജി ഫ്ലോ, അതിൻ്റെ പ്യൂരിറ്റി തടസ്സപ്പെട്ടു പോകും. നമുക്ക് ആ ശരിക്കുള്ള ഫ്ലോയിലേക്ക് കണക്ഷൻ ലഭിക്കുന്നില്ല. അപ്പോൾ ഈ ശരിക്കുള്ള ഫ്ലോയിലേക്ക് നമ്മൾ കണക്റ്റ് ചെയ്യണ്ടേ. ഇപ്പോൾ സ്ട്രെസ്സ് വരുമ്പോൾ ആലോചിച്ചു, നമ്മുടെ പൾസ് റേറ്റ് മാറുന്നു, ശ്വാസഗതി മാറുന്നു, സ്വെറ്റിംഗ് ഉണ്ടാവുന്നു, നമ്മുടെ ഉള്ളിൽ സ്ട്രെസ്സ് ഹോർമോൺസ് ഉണ്ടാവുന്നു. അത് ക്രമേണ ഡയബറ്റിസ്, ഹൈപ്പർ ടെൻഷൻ, സ്ട്രെസ് ഡിസോർഡേഴ്സ്, മെൻ്റൽ സ്ട്രെസ് ഡിസോർഡേഴ്സ് ഉണ്ടാക്കുന്നു. അങ്ങനെ ആ മനുഷ്യൻ്റെ ജീവിതം പല രീതിയിൽ പരാജയപ്പെട്ടു പോകുന്നു. അപ്പോൾ ഇതിനെല്ലാം മനസ്സിലാക്കിയിട്ട് റെഗുലേറ്റ് ചെയ്തിട്ട് എനർജിയുടെ ഫ്ലോ മുഴുവൻ റെഗുലേറ്റ് ചെയ്ത് പ്രവർത്തിക്കാൻ സാധിക്കുകയാണെങ്കിൽ അയാൾ ജീവിതത്തിൽ വിജയിക്കുന്നു. അത് കടന്നു പോകാൻ അനുവദിക്കുക. ഒരു ഘട്ടത്തിൽ എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ അത് നമ്മൾ മാനേജ് ചെയ്യുക, അത് വിട്ടിട്ട് അടുത്ത സ്റ്റേറ്റിലേക്ക് പോകാൻ സാധിക്കും. ഈ പൂർണ്ണമായിട്ടുള്ള എനർജി എടുത്തിട്ട് അടുത്ത സ്റ്റേറ്റിലേക്ക് പോവുക. ഒരു ബൾബ് ഫ്യൂസായി കഴിഞ്ഞാൽ വേറൊരു ബൾബ് മാറ്റിയിടാമല്ലോ, അല്ലെ വേറെ കണക്ഷൻസ് നമുക്ക് എടുക്കാം. പല വഴികളുണ്ട്. അപ്പോൾ നമ്മുടെ ഉള്ളിൽ ഇൻഫിനിറ്റ് ആയിട്ടുള്ള ഈ സ്രോതസ്സിലേക്ക് അതിലേക്ക് കണക്ഷൻ ലഭിക്കാൻ നമ്മുടെ എനർജി ഫ്ലോനെ റെഗുലേറ്റ് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഈ എനർജി ഫ്ലോ റെഗുലേറ്റ് ചെയ്യലാണ് യഥാർത്ഥത്തിൽ നമ്മൾ പ്രാണായാമം എന്ന പദം കൊണ്ട് ഉപയോഗിക്കുന്നത്. അത് ബ്രീതിങ് എക്സസൈസായിട്ട് നമ്മൾ ചുരുക്കിയിരിക്കുകയാണ്. പ്രാണായാമം എന്ന് പറഞ്ഞാൽ ബ്രീതിങ് എക്സസൈസ് അല്ല. നമ്മുടെ ശരീരത്തിൽ പ്രവർത്തിക്കുന്ന പല തരത്തിലുള്ള ഓർഗൻസ് ഉണ്ട്, മസിൽസ് ഉണ്ട്. വോളണ്ടറി കൺട്രോൾ, ഇൻവോളണ്ടറി കൺട്രോൾ എന്ന് പറയുന്നത്. നമ്മുടെ കൈ ഉയർത്താം, വോളണ്ടറി മസിലാണ്. കാല് നടത്താം, വോളണ്ടറി മസിലാണ്. സംസാരിക്കാം. പക്ഷേ പ്രധാനപ്പെട്ടതൊക്കെ ഇൻവോളണ്ടറിയാണ്. ഹാർട്ട് അടിക്കുന്നത്, കിഡ്നി വർക്ക് ചെയ്യുന്നത്, അല്ലെ ഇൻറ്റസ്റ്റൈൻ വർക്ക്, ഇതൊക്കെ ഇൻവോളണ്ടറി ആണ്. അപ്പോൾ ഈ ഇൻവോളണ്ടറി ഫങ്ഷൻസിൽ വോളണ്ടറി കൺട്രോളിലുള്ള ഒരു ഭാഗമുണ്ട്, അതാണ് ശ്വാസകോശം, ബ്രീതിങ്. നമ്മൾ സ്ട്രെസ്ഡ് ആകുമ്പോൾ ശ്വാസം വേഗതയിൽ പോകുന്നു, അതിനോടൊപ്പം പൾസ് സ്പീഡ് കൂടുന്നു. അപ്പോൾ ഒന്ന് റിവേഴ്സ് ചെയ്ത് പോകും. സ്ട്രെസ്സ് വരുമ്പോൾ ശ്വാസത്തെ ശ്രദ്ധിക്കുക, ശ്വാസഗതി പതുക്കിയാക്കുക, റിലാക്സ്, ശ്വാസത്തെ തന്നെ ശ്രദ്ധിക്കുക. അപ്പോൾ അങ്ങനെയാകുമ്പോൾ പതുക്കെ നമ്മുടെ മനസ്സ് ശാന്തമാവുന്ന കാണാം. അപ്പോൾ ഈ തരത്തിൽ റെഗുലേഷൻ കൊണ്ടുവരാൻ പറ്റുന്ന ഒരു ഏരിയയാണ് ഈ ശ്വാസം, ബ്രെത്ത് എന്ന് മനസ്സിലാക്കിയുണ്ട് ബ്രീതിങ്ങിൽ പ്രാധാന്യം കൊടുക്കും. ആ ബ്രീതിങ് റെഗുലേറ്റ് ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ ഈ ഉള്ളിലുള്ള എനർജി ഫ്ലോനെ നമുക്ക് കൺട്രോൾ റെഗുലേറ്റ് ചെയ്യാൻ സാധിക്കും, സന്തുലിതമായിട്ട് ജീവിക്കാൻ സാധിക്കും എന്ന് അന്നത്തെ വളരെ അഡ്വാൻസ്ഡ് ആയ സയൻറ്റിഫിക് റിസർച്ചേഴ്സ്, ഋഷിമാർ കണ്ടെത്തി. അവിടെ നിന്നാണ് പ്രാണായാമം ആരംഭിക്കുന്നത്. പ്രാണായാമത്തെക്കുറിച്ച് നമുക്ക് കൂടുതൽ ഡിസ്കസ് ചെയ്യാം. എഡ്യൂക്കേഷൻ്റെ സബ്ജക്റ്റീവ് ഭാഗത്ത്, പരാവിദ്യ എന്നുള്ള ഭാഗത്ത് പ്രാണായാമം വളരെ വളരെ പ്രധാനമാണ്. പക്ഷെ പലപ്പോഴും മിസ്അണ്ടർസ്റ്റുഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ് എന്ന് തോന്നുന്നു. അടുത്ത സെഷൻ വരയ്ക്കും വിട വാങ്ങും. അടുത്ത സെഷനിൽ പ്രാണായാമത്തെക്കുറിച്ച് കൂടുതൽ നമുക്ക് ചർച്ച ചെയ്യാം. നന്ദി, നമസ്കാരം.